ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, 1 ജോൺ, അതിൻ്റെ 2-ാം അധ്യായം, ചാപ്റ്റർ 2, 25-ാമത്തെ വാക്യം. ഇതാകുന്നു നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഇതാകുന്നു ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം. ഇടയ്ക്കത്തെ വാക്കം പോയി. ഇതാകുന്നു ദൈവം നമുക്ക് തന്ന അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിത്യജീവൻ തന്നെ. സ്തോത്രം. ഇന്ന് സഭകളിൽ നിത്യതയെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ചോ ഒക്കെയുള്ള പ്രസംഗങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു കാലയളവിൽ, നിത്യതയെപ്പോലും ദൈവജനം മറന്നുപോകുന്ന ഈ കാലയളവിൽ, വളരെയധികം മാത്രമല്ല ഏറ്റവും അധികം ഗൗരവത്തോടെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് നിത്യജീവനെക്കുറിച്ച്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇതാകുന്നു ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ആൻഡ് ദിസ് ഇസ് ദ പ്രോമിസ് ദാറ്റ് ഹി മെയ്ഡ് ടു അസ്, ദാറ്റ് ഈസ് എറ്റേണൽ ലൈഫ്. ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് പ്രഷ്യസ് ഗിഫ്റ്റ്. ഏറ്റവും വലിയതും ഏറ്റവും വിലയേറിയതും, ഗ്രേറ്റസ്റ്റ് ആൻഡ് പ്രഷ്യസ് ഗിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ പ്രോമിസ് ആണ് നിത്യജീവൻ എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം. ഏറ്റവും വലിയതും ഏറ്റവും വിലയേറിയതുമായ വാഗ്ദത്തമാണ് നിത്യജീവൻ. ഇത് നഷ്ടപ്പെട്ടു പോയാൽ നീ എന്നേക്കുമായി പരാജയപ്പെട്ടു. ഈ വാഗ്ദത്തം നീ നേടിയെടുത്താൽ നീ എന്നേക്കും ജയാളിയായി മാറുന്ന. സ്തോത്രം. ഇതിന് രണ്ടറ്റമേ ഉള്ളൂ. സ്തോത്രം. ഒന്നുകിൽ നീ എന്നേക്കും പരാജയപ്പെടും, ഇല്ലെങ്കിൽ നീ എന്നേക്കും ജയാളിയായി മാറും. അതുകൊണ്ടാണ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ പ്രഷ്യസ്, ഏറ്റവും വലിയതും ഏറ്റവും വിലയേറിയതുമായ വാഗ്ദത്തമാണ് നിത്യജീവൻ. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, ഇപ്പം നമ്മൾ കമ്പനിയിലെ മാനേജർ പറയും, ഈ വർഷം നിന്റെ എന്ത് ചെയ്യാം, ഇൻക്രിമെൻ്റ് തരാം. എല്ലാവർക്കും കൊടുക്കുമോ? കൊടുക്കുകയില്ല. അവർ വാഗൊണ്ട് പലതും പറയും, പ്രവൃത്തിയിൽ അത് ചെയ്തെന്ന് വരികയില്ല. പക്ഷെ ഈ വാഗ്ദത്ത ദൈവം നമുക്ക് തരുമ്പോൾ, ആ വാഗ്ദത്തത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോരുത്തരും വാഗ്ദത്തം പ്രാപിക്കുവാനുള്ള പ്രവൃത്തിയും കൂടെ ദൈവം ചെയ്യും. സ്തോത്രം. ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ വാക്കുകൊണ്ട് പ്രകടിക്കുന്ന ഒരു ആളല്ല ദൈവം. ആ വാഗ്ദത്തത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ വേണ്ടി അതിനുള്ള പ്രവൃത്തിയും ദൈവം ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ദൈവം അവരെ നയിക്കുവാൻ ഒരു നേതാവിനെയും അവരെ വിട്ടയക്കുവാൻ 10 ബാധകളെയും അയച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് വഴിയിലുടനീളം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഒടുവിൽ വാഗ്ദേശത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന. സ്തോത്രം. വാഗ്ദത്തം തരിക മാത്രമല്ല, വാഗ്ദത്ത പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് ദൈവം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, ഉറക്കെ വായിക്കും. ജോൺ ചാപ്റ്റർ 3:16. നിത്യജീവൻ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഒന്നുകൂടെ തുടക്കം മുതൽ വായിച്ച്. പ്രശ്നമാണ് തുടക്കം മുതൽ. കാരണം അവർ ഇഷ്ടമല്ല ഈ ടോപ്പിക്ക്. തന്റെ ഏകജാതനെ താഴ്ത്തിയെടുത്ത് ഞാൻ ഉയർത്തും, നീ കരഞ്ഞെടുത്ത് ഞാൻ നിന്നെ ചിരിപ്പിക്കും എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നിത്യജീവനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവന് ചെറിയ പ്രശ്നമുണ്ട്. അവൻ ശ്രദ്ധിച്ചു വായിച്ചു. തന്റെ ഏകജാതനായ പുത്രനായ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ വാഗ്ദത്തം തരിക മാത്രമല്ല, അത് പ്രാപിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. സ്തോത്രം. കാരണം ഈ വാഗ്ദത്തം പ്രാപിക്കുവാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് നിനക്ക് കഴിയാത്തതിനെ
നിനക്ക് സാധിപ്പിച്ചു തരുവാൻ തൻ്റെ ആത്മാവിനെ ഒരു ശരീരത്തിൽ അയച്ച് ഭൂമിയിലേക്ക് അയച്ചിട്ട് പറഞ്ഞു, ഈ വ്യക്തി, ഈ അനുഭവം, ഈ പുത്രൻ നിത്യജീവൻ പ്രാപിക്കുവാൻ നിന്നെ സഹായിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യമേ പുത്രനെ നമുക്ക് ഭൂമിയിലേക്ക് അയച്ചിട്ട് മനുഷ്യരുടെ ഇടയിൽ പ്ലേസ് ചെയ്തു. എന്റെയും നിങ്ങളുടെ ഇടയിൽ പുത്രനെ പ്ലേസ് ചെയ്തു. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് എന്ത് പറഞ്ഞു? 3:15 ഒന്ന് വായിച്ചു. യോഹന്നാൻ 3:15. പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. പ്ലേസ് ചെയ്തിട്ട് ദൈവം നമ്മോട് പറഞ്ഞു, ഞാൻ ഈ പ്ലേസ് ചെയ്ത പുത്രനിൽ നിങ്ങൾ എല്ലാവരും ആദ്യം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. സ്തോത്രം, സ്തോത്രം. നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുമോ നമ്മൾ നോക്കാൻ പോവുക. ദൈവം നമുക്കായി ചെയ്ത പ്രവൃത്തി പഠിക്കാൻ പോവുകയാ. ആദ്യമേ സ്വർഗത്തിലിരുന്ന പുത്രനെ ഭൂമിയിൽ പ്ലേസ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ പുത്രനിൽ മാത്രം വിശ്വസിക്കുക. സ്തോത്രം. ശ്രദ്ധിക്കണം. സ്വർഗത്തിലെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പിശാച് പറഞ്ഞു, ഇവൻ തച്ചന്റെ പുത്രനാന്ന് പറഞ്ഞു. സ്തോത്രം. ഇവൻ യാക്കോബ് യോസയുടെ സഹോദരനാന്ന് പറഞ്ഞു. ഇവൻ സ്വർഗത്തിൽ നിന്നുള്ളവനല്ല എന്ന് തെളിയിക്കുവാൻ ശത്രു ശ്രമിച്ചുകൊണ്ടേയിരുന്നു. രണ്ടാമതെയും പറഞ്ഞു, ഈ പുത്രനിൽ വിശ്വസിക്കാൻ പറഞ്ഞു. ഉടനെ പിശാച് പറഞ്ഞു, പുത്രനിൽ മാത്രമല്ല പലരിലും നിങ്ങൾ വിശ്വസിക്കണം. ആ കൂട്ടത്തിൽ പുത്രനിലൂടെ വിശ്വസിച്ചോ. സ്തോത്രം. അതുകൊണ്ടാണ് മധ്യസ്ഥന്മാരുടെയും ഭക്തത്വ ആൾ ദൈവങ്ങളുടെയും പുറകെ പിശാച് മനുഷ്യനിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക. കാരണം നീ എന്ത് പ്രാപിക്കരുത്? നിത്യജീവൻ പ്രാപിക്കരുത്. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഒന്നുകൂടെ വാക്യം വായിച്ചേ. 3:15. പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും. സ്തോത്രം, സ്തോത്രം. അപ്പൊ പുത്രനെ നമ്മുടെ ഇടയിൽ പ്ലേസ് ചെയ്തു. ആ പുത്രനിൽ വിശ്വസിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ പുത്രനിൽ വിശ്വസിച്ചപ്പോൾ പുത്രൻ ഒരു കാര്യം നമ്മോട് ആദ്യമേ പറഞ്ഞു. എന്താ പറഞ്ഞത്? യോഹന്നാൻ 14:2-3. ജോൺ ചാപ്റ്റർ 14. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇല്ലെങ്കിൽ അത് ഇല്ലെന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആമേൻ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നിട്ട് നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? നിങ്ങൾക്ക് ആ സ്ഥലം ഒന്ന് ഒരുക്കാൻ ഞാൻ പോകുക. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ വാസസ്ഥലം, പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. അവിടേക്ക് ഞാൻ മടങ്ങി പോകുകയാണ്. എന്നിൽ വിശ്വസിക്കുന്ന ജനമേ, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവിടെ ഇരിക്കുവാൻ നിത്യജീവൻ പ്രാപിപ്പാനുള്ള ക്രമീകരണം ചെയ്യാൻ പോകുക. ആ സമയം വരെയും എന്നിൽ വിശ്വസിച്ച് ജീവിക്ക്. ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ ആ വാസസ്ഥലത്തേക്ക് ചേർത്തുകൊള്ളും. സ്തോത്രം. ഇതാണ് ഏക പ്രത്യാശ നമ്മുടെ. സ്തോത്രം. ക്രിസ്തു മടങ്ങി വരും. അവനിൽ ആശ്രയിക്കുന്ന നമ്മെ അവ കൊണ്ടുപോകും. പിതാവിന്റെ വാസസ്ഥലത്ത്, പുത്രൻ ഇരിക്കുന്ന ഇടത്ത് നമ്മെയും അവൻ ചേർത്തുകൊള്ളും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹലോ. യോഹന്നാൻ 17:2 വായിച്ചേ. അങ്ങനെ പുത്രനിൽ വിശ്വസിച്ചു. പുത്രൻ ഒരു കാര്യം നമ്മുടെയൊക്കെ പറഞ്ഞു, എനിക്ക് മാത്രമുള്ള സ്ഥലമല്ല, നിങ്ങൾക്കുള്ള സ്ഥലം അവിടെ ഉണ്ട്. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അടുത്ത സംശയം പിശാച് പറഞ്ഞു, എല്ലാവർക്കും സ്ഥലം കാണും. ഓർത്തോണം, ഓരോ മണ്ഡലത്തിലും അവൻ തന്ത്രമൊരുക്കും. പിതാവിന്റെ സ്ഥലത്ത് അനേക വാസസ്ഥലമുണ്ട്. ഉടനെ പിശാച് പറയും, എല്ലാവർക്കും കാണത്തില്ല, കുറച്ചു പേർക്കേ കാണത്തുള്ളൂ. അപ്പൊ ഇവിടെ വായിച്ചത് എന്താണ് വായിച്ചത്? നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും, നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. ഇന്ന് പകൽ നീ ക്രിസ്തുവിനതാണോ? നിനക്ക് നിത്യജീവൻ ഉണ്ട്. സ്തോത്രം. നിനക്ക് വാസസ്ഥലമുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.
അപ്പോൾ പിതാവ് പറയാണ്, നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും ആ വാസസ്ഥലമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഈ പുത്രൻ പറയുക, സ്തോത്രം, യോഹന്നാൻ 4:14 വായിച്ചേ. ജോൺ 4:14. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാസസ്ഥലമുണ്ട്. പക്ഷെ ആ വാസസ്ഥലം നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ ദൈവം എന്നിൽ പകർന്നത് നിങ്ങളും പ്രാപിക്കണം. സ്തോത്രം. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. എന്നിൽ നിന്ന് പ്രാപിച്ചവർ എന്ത് നേടും? അവർ നിത്യജീവങ്കിലേക്ക്, വായിച്ചേ, നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. എന്നിൽ നിന്ന് പ്രാപിക്കുന്നവൻ അവൻ നിത്യജീവങ്കിലേക്ക് പോകും. പിതാവ് എന്നിൽ എന്തെല്ലാം പകർന്നാണോ എന്നെ അയച്ചിരിക്കുന്നത്, അത് എന്നിൽ നിങ്ങൾ പ്രാപിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ദൈവമക്കളെ ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് ഒന്നും പ്രാപിക്കാൻ പറ്റുകയില്ല. ഈ ഭൂമിയിൽ ഏത് പാസ്റ്റർ എടുത്ത് പോലെ നിങ്ങൾക്കൊന്നും പ്രാപിക്കാൻ പറ്റുകയില്ല. പിതാവ് പകർന്നത് മുഴുവൻ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ പുത്രനിൽ വന്നേ പറ്റൂ. സ്തോത്രം. നിങ്ങൾ വചനത്തിൽ വന്നേ പറ്റൂ. അപ്പോൾ എന്നിൽ നിന്ന് പ്രാപിക്കുന്നവർ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സംശയങ്ങൾ ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കുക. വാസസ്ഥലമുണ്ട്, എനിക്കുണ്ടോ? എല്ലാവർക്കുമുണ്ട്. എല്ലാവർക്കുമുണ്ട്. എങ്ങനെ പ്രാപിക്കാം? എങ്ങനെ പ്രാപിക്കാന്ന് ചോദിച്ചാൽ, എന്നിൽ നിന്ന് പ്രാപിക്കുന്നവർക്ക് നിത്യജീവൻ പ്രാപിക്കാം. സ്തോത്രം. അപ്പൊ എന്നിൽ നിന്ന് പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഞാൻ ആരാ? ഞാൻ പുത്രനാ. എന്നിൽ നിന്ന് പ്രാപിക്കുന്നവർ ആരായി മാറും? പുത്രനായി മാറും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? യോഹന്നാൻ 8:35 പറയുന്നു, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രനോ എന്നേക്കും വസിക്കും. ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കുന്നവൻ പിന്നെ അവന് ടെർമിനേഷൻ ഇല്ല. അവൻ എന്നേക്കും പിതാവിന്റെ വാസസ്ഥലത്ത് നിത്യതയിൽ കാണപ്പെടും. സ്തോത്രം. അതുകൊണ്ടാ പറഞ്ഞത്, ഇതാണ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസ്. നിനക്ക് ദൈവം തന്ന വിലയേറിയതും ആമേൻ ഏറ്റവും ഉന്നതമായ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ, ആമേൻ നീ തണുപ്പുള്ള രാജ്യത്ത് പോകുമെന്നല്ല. സ്തോത്രം. നീ വലിയ വാഹനത്തിൽ കയറുമെന്നല്ല. നിന്നെ നിന്റെ തലമുറയും വങ്ങ് വർദ്ധിപ്പിക്കുമെന്നല്ല. നിനക്ക് തന്ന ഏറ്റവും വിലയേറിയതും ഉന്നതമായ വാഗ്ദത്തം നിത്യജീവൻ തന്നെ. സ്തോത്രം. സ്തോത്രം. നിനക്കൊരു ജോലി തരാനായിരുന്നെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനെ കൊണ്ട് ഒരു കമ്പനി സ്ഥാപിച്ചാൽ മതിയായിരുന്നു. ഈ രക്ഷ തരുവാൻ വേണ്ടി മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവം നിന്നെ വിടുവിപ്പാനായിട്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ നിത്യതയെ ഓർക്കാത്ത ഒരു ദിനം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരു വാക്ക് പുറപ്പെടുമ്പോൾ, ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ, ഒരു തീരുമാനം എടുക്കുമ്പോൾ ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ നിത്യതയ്ക്ക് തടസ്സം വരുന്ന ഒരു വാക്ക്, ഒരു ചുവട്, ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. നിന്റെ വണ്ടിയെ കർത്താവ് ബ്രേക്ക് ഇട്ട് നിർത്തും. കാരണം നിന്റെ എല്ലാ വഴികളും ചൊവ്വുള്ളതല്ല. സ്തോത്രം. നിന്റെ എല്ലാ വാക്കുകളും ചൊവ്വുള്ളതല്ല. നിന്റെ എല്ലാ പ്രവൃത്തികളും ചൊവ്വുള്ളതല്ല. അതുകൊണ്ട് ദൈവഹിതമല്ലാത്ത വഴികളിൽ ദൈവം നിന്നെ പൊടിച്ചങ്ങ് നിർത്തും. കാരണം നിന്റെ ഒരു സിൻസിയർ പ്രാർത്ഥന ഉയരുക, എന്താ കർത്താവേ, എൻ്റെ നിത്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നീ എന്തുകൊണ്ടാ പ്രാർത്ഥിക്കുന്ന അറിയാമോ? അങ്ങനെയുള്ള നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിനക്ക് ഉറപ്പുള്ളത് കൊണ്ടാ. കാരണം നിന്റെ തീരുമാനങ്ങൾ നിത്യതയ്ക്ക് തടസ്സമായി മാറാം. നിന്റെ വാക്കുകൾ തടസ്സമായി മാറാം. നിന്റെ ചുവടുകൾ തടസ്സമായി മാറാം. നിന്റെ പ്രവൃത്തികൾ തടസ്സമായി മാറാം. എന്നാൽ ഒരു പ്രാർത്ഥന. സ്തോത്രം. എന്താണ് ആ പ്രാർത്ഥന? ഏറ്റവും വിലയേറിയത് ഉന്നതമായ വാഗ്ദത്തം, അത് മാത്രം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പുത്രനെ ഭൂമിയിൽ വിട്ട് നമ്മളെ പുത്രന്മാരാക്കി, എന്തിനു വേണ്ടി? പിതാവിൻ്റെ വാസസ്ഥലത്ത് എന്നേക്കും വസിക്കുന്നവരാക്കി മാറ്റാൻ. അതുകൊണ്ടാണ് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ,
അങ്ങയ്ക്ക് പ്രസാദമുള്ളൊരു മകനായി മാറണം, ഒരു മകളായി എനിക്ക് മാറണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിത്യജീവൻ ഈ ഭൂമിയിൽ അവകാശമാക്കണമെങ്കിൽ, പുത്രനായി മാറണമെങ്കിൽ, പുത്രനിൽ കാണേണ്ട ചില ഗുണങ്ങളോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അനേക ഗുണങ്ങളുണ്ട്. ദൈവത്തിലാൽമ സംസാരിച്ച ചില ഗുണങ്ങൾ വചനത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം. നിത്യജീവൻ പ്രാപിക്കുവാൻ ആമേൻ പുത്രനായി മാറുന്ന ഒരു ദൈവത്തിലിൽ കാണേണ്ടതായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ലൂക്കോസ് 10:25 ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ അവനോട്, ആ. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, ആ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും ആ. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു ചോദ്യം ഉയർന്നു കർത്താവിനോട്. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, നിന്റെ കൂട്ടുകാരനെ പൂർണ്ണ ഹൃദയത്തോടെ, സ്തോത്രം, എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അല്പം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ശത്രുവിനെ എന്ത് ചെയ്യാൻ പറഞ്ഞു? സ്നേഹിക്കണം. സ്തോത്രം. ശത്രുവിനെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് എളുപ്പമൊരു മാർഗം എന്താണ്? ശത്രു ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക, അല്ലാതെ ഒരു മാർഗവുമില്ല. ദൈവത്തിന് സ്തോത്രം. ശത്രു ഇല്ലാതിരിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. നമ്മളെല്ലാം ബലഹീനരാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ചെല്ലു പറയും, ഞാൻ മരിച്ചാലും എന്ത് ചെയ്യല? മറക്കുകയില്ല. നീ ഓർത്ത് വേണം, നീ മരിക്കുമ്പോൾ എല്ലാം നീ മറക്കും. കരുതി ഓർമ്മയുണ്ടല്ലേ? സ്തോത്രം. നീ മരിക്കുമ്പോൾ എല്ലാം പോയി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മരിച്ച് ചെല്ലുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളോട് നിരപ്പ് പ്രാപിക്കാത്തത് നിന്റെ നിത്യതയ്ക്ക് തടസ്സമാണ്. എന്ത് ചെയ്യും? ചിന്തിച്ച് നോക്കണം. നിന്റെ ബന്ധുക്കളിൽ, നിന്റെ സുഹൃത്തുക്കളിൽ, നിന്റെ സഹോദരങ്ങളിൽ ആരോടെങ്കിലും ഹൃദയത്തിൽ കയ്പ് വെക്കുന്നെങ്കിൽ, അവരെ സ്നേഹിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, അവരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എങ്കിൽ, സ്തോത്രം, നമ്മൾ പറയും, എനിക്ക് പിണക്കമൊന്നുമില്ല. ഇത്രയും വലിയൊരു പോഷ്ക്ക് ഞാൻ ജീവിതത്തിൽ കേട്ടില്ല. എനിക്ക് പിണക്കമൊന്നുമില്ല. ബൈബിൾ എന്താ പറയുന്നത്? നിനക്ക് അവനോട് പിണക്കമുണ്ടെങ്കിൽ എന്നാണല്ല, നിന്റെ സഹോദരൻ നിന്നോട് പിണക്കമുണ്ടെങ്കിൽ, അയ്യോ ക്ലോസ് ഭയങ്കരമാണ്. നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിപാടി അവസാനിപ്പിച്ചേക്കാനാ പറഞ്ഞേക്കാം. നിനക്ക് പിണക്കമില്ല, സമ്മതിച്ചു, അവന് നിന്നോടുണ്ടോ എന്നാ നിർത്തിയൊരു പരിപാടി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവന് നിന്നോടുണ്ടെങ്കിൽ ഇത് നിർത്തണം. നിന്റെ ഉത്തരവാദിത്തമാ അത് ഇല്ലാതാക്കുവാൻ. സ്തോത്രം. പലരെയും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പിതാവിനോടുള്ള സ്നേഹം എങ്ങനെയുണ്ട്? മനുഷ്യരോടുള്ള സ്നേഹം എങ്ങനെയുണ്ട്? കൊരിന്ത്യരിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. നിയമമല്ല പുതിയ നിയമം. പഴയ നിയമം നിയമമാണെങ്കിൽ പുതിയ നിയമം സ്നേഹമാണ്. വെള്ളം വീഞ്ഞാക്കിയതുപോലെ ഗോഡ് കൺവേർട്ടഡ് ലോ ഇൻടു ലവ്. അവൻ നിയമത്തെ അവൻ സ്നേഹമാക്കി മാറ്റി. സ്തോത്രം. ആടുകളെ അറുത്തത് നിയമമെങ്കിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടത് സ്നേഹമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ വ്യത്യാസം മനസ്സിലായോ? ആമേ, ആടുകൾ അറക്കപ്പെട്ടത് പഴയ നിയമമെങ്കിൽ കുഞ്ഞാട് അറക്കപ്പെട്ടത് ദൈവ സ്നേഹത്തിന്റെ പ്രതീകമാണ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ നിയമമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 2-3 വായിച്ചേ. മാത്യു 18:2-3. അവൻ ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ, നിത്യജീവൻ പ്രാപിക്കുകയില്ല.
എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, അവിടെ കിടക്കുന്ന ആശേറിന് ആരോടെങ്കിലും പിണക്കമുണ്ടോ? അവൻ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ? നിങ്ങൾ അവനെ എടുത്തത് കളിപ്പിച്ച് നോക്കിക്കേ, അവൻ എന്ത് ചെയ്യും? ചിരി തുടങ്ങും, അല്ലേ? അവനെ സ്നേഹിച്ചാൽ അവൻ തിരിച്ചറിയുന്നത് എന്താണ്? അവന് സ്നേഹിക്കാൻ തുടങ്ങും. അവന് പിണക്കവും ഇല്ല, വൈരാഗ്യമില്ല. കാരണം എന്തറിയോ? അവന് ജ്ഞാനമില്ല, അവന് അറിവില്ല, അവന് കഴിവില്ല. അവനൊരു ശിശു ആയതുകൊണ്ട് അവനിൽ ഇപ്പോൾ വ്യാപരിക്കുന്നത് സ്നേഹം മാത്രമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്തുണ്ട്? അറിവുണ്ട്, ജ്ഞാനമുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്. സ്നേഹമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. എന്താണ്? എനിക്ക് അറിവില്ല, ജ്ഞാനമില്ല, കഴിവില്ല, ശക്തിയില്ല, എന്നിൽ വ്യാപരിക്കുന്ന ദൈവസ്നേഹം മാത്രമെന്ന് തീരുമ്പോൾ നീ നിത്യജീവൻ അവകാശിയായി മാറുകയാണ്. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുകയും സഹിക്കേണ്ടവരെ സഹിക്കുകയും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുകയും ചെയ്യുവാൻ ദൈവം നിർബന്ധം നമ്മുടെ മേലായിട്ടിരിക്കുന്ന. സ്തോത്രം. കണക്ക് അവരോടല്ല, നിന്നോടാ ദൈവം ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യൂദായുടെ ലേഖനം അതിൻ്റെ ഒരു അധ്യായമേ ഉള്ളൂ, 20-21 വായിച്ചേ. യൂദാ ലേഖനം. പ്രിയമുള്ളവരെ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട്, നിത്യജീവന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. നിത്യജീവന് വേണ്ടി എങ്ങനെ സൂക്ഷിക്കാൻ പറഞ്ഞു? ദൈവസ്നേഹത്തിൽ നിങ്ങളെ സൂക്ഷിപ്പീൻ. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന, കർത്താവേ എന്റെ നിത്യജീവനെ പിടിച്ചുകൊള്ളുവാൻ അന്ത്യത്തോളം ദൈവസ്നേഹത്തിൽ എന്നെ സൂക്ഷിക്കണം. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് പത്രോസ് വിളിച്ചു ചോദിച്ചു, ഇതിലധികമായി പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ പിടിച്ചുകൊള്ളണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ നീ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ നീ മനുഷ്യരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ ഭാഗം ചോദിച്ചും പറഞ്ഞു, ഹല്ലേലൂയ, എന്താണ് നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ നിന്റെ സ്നേഹം നിർവ്യാജമായിരിക്കണം. 100% ആമേൻ ഒറിജിനൽ ആയിരിക്കണം. ഞാൻ പലപ്പോഴും ദൈവമക്കളെ പറയാറുണ്ട്, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? എന്താണ്? അഭിനയം. എന്താണ്? അഭിനയം. നെവർ പ്രിറ്റൻഡ്. നീ അഭിനയിച്ച് നിൽക്കരുത്. പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമില്ലാത്ത ആളെ കണ്ടാൽ ഏറ്റവും വൃത്തികെട്ടവന്റെ മുഖം പോലെ നീ തിരിഞ്ഞങ്ങ് പോയേക്കണം. സ്തോത്രം. ഇത് മാത്രം കട്ടിയിട്ടേക്ക് കേട്ടോ, എനിക്ക് പ്രശ്നം. ബാക്കിയുടെ പറഞ്ഞു ഇടാവുള്ളൂ. നിനക്ക് ഇഷ്ടമില്ലാത്തവനെ കാണുമ്പോൾ മുഖം കടുപ്പിച്ച് അവന് കണ്ടാൽ തോന്നണം നിനക്ക് അവന് ഇഷ്ടമല്ലെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? പോയിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് സ്നേഹിപ്പാൻ പറ്റുന്നില്ല. എപ്പോൾ നിന്റെ അകത്ത് സ്നേഹം വരുന്നുവോ അപ്പോൾ സ്നേഹിച്ചാൽ മതി. പക്ഷെ നീ പ്രാർത്ഥിക്കണം. ആമേ, സ്നേഹിപ്പാനുള്ള ആഗ്രഹം നിനക്കുണ്ടാകണം. നീ നിർവ്യാജ സ്നേഹമുള്ളവനായിരിക്കണം. അകമെന്താണോ അതായിരിക്കണം പുറത്ത് പ്രതിഫലിക്കേണ്ടത്. സ്തോത്രം. ചിലരൊക്കെ എന്നെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ എനിക്ക് അകത്ത് ചിരി വരും. കാരണം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ആരുടെ മുമ്പിലേക്ക് കാണിക്കുന്നു? ആരുടെ മുമ്പിലാ? സ്തോത്രം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യരോടുള്ള ബന്ധത്തിൽ. രണ്ടാമത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16-ാം വാക്യം. മാത്യു 19:16. ഒരുവൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചു. അടുത്തൊരാൾ വീണ്ടും വന്ന് ചോദിച്ചു, കർത്താവ് നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് ചോദിച്ചു. അതിന്റെ 17-ാം വാക്യം വായിച്ചു, 20 വരെ വായിച്ചു. അവൻ എന്നോട് നന്മയെ
കുറിച്ച് ചോദിക്കുന്നത് എന്ത്? ആ. നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ആ. കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, ഇനി വായിക്കണ്ട. കൽപ്പന പ്രമാണിക്കാൻ പറഞ്ഞു. അപ്പൊ കുറെ കൽപ്പനകൾ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെ ഞാൻ പ്രമാണിച്ചു ഇതെല്ലാം പോരുന്നു. പ്രമാണിച്ചു പോരുന്നു. എങ്കിലും ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും നിത്യജീവ തടസ്സമായിട്ട് എന്റെ ജീവിതത്തിലുണ്ടോ? യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ആ. നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ആ. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. Praise the Lord. പിന്നെ വന്ന് എന്നെ ഉടനെ അവൻ അനുഗമിക്കുക. ചെന്ന് സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് യേശുവിനെ അനുഗമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാണ്. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. അയ്യോ, സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ഈ പെന്തിക്കോസ്ത് സഭയിൽ ദശാംശം 10%. 250 കേടിയുള്ളപ്പോൾ 25 കൊണ്ടിട്ട് കുഴപ്പമില്ല, സ്തോത്രം, സന്തോഷം. ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ച് 1000 കേടിയായി. ഞാൻ 100 കേടി കൊണ്ടിടണം. അപ്പൊ കർത്താവ് വിചാരിക്കും, എന്നാൽ ഇവന് ഏറ്റവും നല്ലത് 250 ഇവനെ താത്തിയേക്കാൻ. സ്തോത്രം. എന്താ പിടിച്ചു. അപ്പൊ ഇടാനുള്ള സൗകര്യമുണ്ട്. സ്തോത്രം. ഇവൻ 5 സെന്റ് ഉള്ളായിരുന്നു അവൻ കൊടുത്തേനെ. ഇത് ഏക്കർ കണക്കിന് കിടക്കുക. അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ ആലോചിക്കുന്നത്, കർത്താവ് ഇതൊന്നും കണ്ട് യോജിച്ചതല്ല. ഒരു പ്ലോട്ട് അവൻ വിറ്റിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയതിന്. സ്തോത്രം. അവൻ എന്ത് ചെയ്തില്ല? ഒരു പ്ലോട്ടും വിറ്റില്ല. സ്തോത്രം. വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് അവൻ ദുഃഖിച്ച് പോയി കളഞ്ഞു. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ നീ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവഹിതമില്ലാത്തത് നീ വിട്ടേ പറ്റുള്ളൂ. അബ്രഹാമോട് ചോദിച്ച ചോദ്യം നമ്മോട് ചോദിക്കാതിരിക്കട്ടെ. എന്താ ചോദിച്ചത്? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ ബൈബിൾ ഭാഷ യാഗം എന്നൊക്കെ, എൻ്റെ ഭാഷ പറഞ്ഞാൽ മേളിൽ കൊണ്ടേ കത്തി വെച്ച് വെട്ടിക്കൊല്ലടാന്ന് പറഞ്ഞു. അങ്ങനല്ലേ പറഞ്ഞു? ഉൽപ്പത്തി 22:1 അത് വായിച്ചു കേൾക്കാം. ജനസിസ് 22:1. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെ പരീക്ഷിച്ചു? അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ, നീ സ്നേഹിക്കുന്നതിനെ തന്നെ കൊണ്ടുവരാൻ പറ. ദൈവം ബുദ്ധിമാനാ. നിന്റെ മകനെ കൊണ്ടുവരാൻ പറഞ്ഞ പുള്ളി എന്ത് ചെയ്യും? ഇസ്മായിലിനെ കൊണ്ട് പോയനെ. സ്തോത്രം. കറക്റ്റ് അല്ലേ? എൻ്റെ മകനല്ലേ? കറക്റ്റാ. പക്ഷെ ഇല്ല, നീ വിടേണ്ടത് ചിലതുണ്ട്. ദൈവത്തെക്കാൾ നീ സ്നേഹിക്കുന്ന ചിലതുണ്ട്. ദൈവമുണ്ടെങ്കിലും നിനക്ക് വിട്ടുപിരിയാൻ കഴിയാത്ത ചിലതുണ്ട്. ഇതിനെ വിട്ടുപിരിഞ്ഞേ പറ്റുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഒരു പ്രത്യേകത, എനിക്കിഷ്ടമുള്ള കാര്യം ദൈവം പറയും, ഞാൻ എന്ത് ചെയ്യും? ഉടനെ അനുസരിക്കും. എനിക്കിഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ അനുസരിക്കുകയില്ല. ഇതിനെ ബൈബിൾ പറയുന്ന വാക്ക് മത്സരി എന്നാണ്. എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ അനുസരിക്കും, എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ അനുസരിക്കുകയില്ല. നമ്മുടെ തീരുമാനം. സ്തോത്രം. യേശു പറഞ്ഞു, പിതാവേ, ഈ പാനപാത്രം അല്പം കട്ടിയാ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, കണ്ടോ, അവൻ സമർപ്പിച്ചത് കൊണ്ട് ഞാൻ അത് മാറ്റിക്കൊടുത്തോ? ഇല്ല. എന്തിനെ ഭയപ്പെട്ടുവോ, എന്തിൽ നിന്ന് അകന്നു മാറണം ചിന്തിച്ചുവോ, അത് തന്നെ യേശുവിന് സംഭവിച്ചു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. സ്തോത്രം. സ്തോത്രം. പക്ഷെ നേടി ഓർത്തോണം, ഒരുവൻ കഷ്ടത സഹിച്ചപ്പോൾ ലോകം മുഴുവൻ രക്ഷ വ്യാപരിച്ചു. സ്തോത്രം. നിന്നെ കഷ്ടതയിലൂടെ കടത്തിവിടുമ്പോൾ ഓർത്തോണം, നീ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല, അനേകരുടെ വിടുതലിന് വേണ്ടി, നിന്റെയും അനേകരുടെ വിടുതലിന് വേണ്ടിയാ ദൈവം ചില പരീക്ഷകൾ നിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്ന. സ്തോത്രം. എവിടെ പറഞ്ഞിരിക്കുന്നു? ആര് പറഞ്ഞിരിക്കുന്നു? ഇതിലേക്ക് ആവശ്യമുണ്ടോ? ചോദ്യങ്ങളാ. കാരണം എന്താ അറിയാം? അനുസരിക്കാൻ മനസ്സില്ല. അനുസരിപ്പാൻ മനസ്സില്ലാത്തോണ്ട ചോദ്യം ചെയ്യുന്നത്. അനുസരിപ്പാൻ മനസ്സുള്ളവൻ കർത്താവ് പറഞ്ഞു കഴിയുമ്പോൾ അന്നേരം അനുസരിക്കും. സ്തോത്രം. ഇവിടെ പോലീസുകാരെ പോകുന്ന വഴിക്ക് പോലീസുകാരെ പിടിച്ചു, നമ്മുടെ സിവിൽ ഐ ഡി എല്ലാം ഉണ്ട്. പോലീസുകാരൻ പറയാ,
അങ്ങോട്ട് മാറിക്കാൻ പറഞ്ഞ ആര് പറഞ്ഞു? എൻ്റെ എല്ലാം ഉണ്ടെന്ന് പറയോ? ഈ കുഞ്ഞാടിനെ പോലെ അതെടുത്ത് ഇങ്ങനെ പിടിച്ചോടി നിൽക്കും. ഭയമാ. സ്തോത്രം. ആ ഭയത്തിന്റെ 10% ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടേനെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൃത്യമായിട്ട് ബൈബിള് വായിച്ചേനെ. സ്തോത്രം. സമയത്ത് ആരാധനയ്ക്ക് വന്നതിനെ. സ്തോത്രം. അമ്മ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തതിനെ. സ്തോത്രം. നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് പോയതിന്. സ്തോത്രം. കാരണം എന്താ? ഭയമില്ല. ദൈവം കരുണാമയന, എൻ്റെ അപ്പൻ സ്വീറ്റാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങോട്ട് ചെല്ലേ, അപ്പം മാറി ആമേ കോട്ടിട്ട് വന്നിരിക്കും ന്യായവിധിയായിട്ട്. സ്തോത്രം. അന്നേരം ഒരു കരുണയും നിനക്ക് ലഭിക്കുകയാണ്. ഇവിടെ വെച്ച് നിനക്ക് മാനസാന്തരപ്പെടുവാൻ സമയമുണ്ട്. എങ്ങനെ മാനസാന്തരപ്പെടുന്നത്? ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ, ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങൾ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ വിട്ടുപിരിയുവാൻ ഇന്ന് പകൽ നിനക്ക് മനസ്സുണ്ടായിരിക്കണം. അബ്രഹാം പറഞ്ഞു, ലോത്തേ, നമ്മൾ തമ്മിൽ ഒന്നിച്ചു പോയാൽ ശരിയാകത്തില്ല. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതമില്ലാത്തത് എങ്ങോട്ട് പോകുന്നു? അതിന് ഓപ്പോസിറ്റ് ദൈവമക്കൾ സഞ്ചരിക്കണം. ദൈവഹിതത്തിനായി സഞ്ചരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. 1 തിമോത്തി 6:10 മുതൽ വായിച്ചേ. 1 തിമോത്തി അതിന്റെ 6-ാം അധ്യായം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഈ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട്, ഇത് ചിലരങ്ങ് അതിനു വേണ്ടി പുറകെ ഓടിയിട്ട് വിശ്വാസം വിട്ടുഴന്ന് വിശ്വാസം എല്ലാം വിട്ടിട്ട് അങ്ങ് പോവുക. ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുന്നു. ഈ ലോകത്തോടുള്ള മോഹം, ഇഷ്ടം നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, നീയോ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ അത് വിട്ടോടി. നീ അത് വിട്ടിട്ട് നടക്കാനല്ല പറഞ്ഞു, അത് വിട്ടിട്ട് ഓടാൻ പറഞ്ഞു. അത് നിന്റെ അടുത്ത് നീ എപ്പോഴെങ്കിലും വരരുത്, നീ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. സ്തോത്രം. വിട്ട് ഓടിയിട്ട് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നൽപോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ദ്രവ്യാഗ്രഹം നിന്റെ നിത്യജീവനെ തകർക്കുമെന്ന് അറിഞ്ഞത് കൊണ്ട് ലോകത്തോടുള്ള മോഹങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതിന് ഇമ്പങ്ങളെ വിട്ടു പിരിയുവാൻ നിനക്കൊരു മനസ്സുണ്ടാകണം. ആമേൻ. ഇതെല്ലാം നിന്റെ നിത്യജീവനെ തകർക്കുമെന്ന് ഓർത്തുകൊണ്ട് ഈ പിടി വിടാതെ നീ സൂക്ഷിച്ചോണം. ഇതിനെ നിത്യജീവനുള്ള പിടി. സ്തോത്രം. ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, പുല്ലിയെത്താൻ പോയി വെള്ളത്തിലോട്ട് പോയി. താന്ന് പോയിട്ട് മുമ്പ് ഞാൻ കൈയിട്ടടിച്ചപ്പം പിടിച്ച പിടി അതിലെന്നറിയാമോ? ഒരു കറുകപ്പുലിൻ്റെ അറ്റത്ത്. ആ പരിസരത്തിൽ ഒറ്റ മനുഷ്യനില്ല. ആഞ്ഞു വലിച്ചാൽ എന്ത് ചെയ്യും? ഇത് പൊട്ടിപ്പോകും. ദൈവം ജ്ഞാനം തന്നു. എന്നെ ആവശ്യമുള്ളതുകൊണ്ട് പിടിച്ചിട്ട് സോഫ്റ്റായിട്ട് പിടിച്ചിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞു. ഞാൻ സോഫ്റ്റായിട്ട് പിടിച്ചപ്പോൾ വലിച്ചില്ല. എൻ്റെ ബോഡി പാരലി അങ്ങ് പൊങ്ങി. സ്തോത്രം. ഇത് പൊങ്ങിയ സമയത്ത് ചാടി കൂട്ടത്തിൽ കയറി പിടിച്ചു. സ്തോത്രം. ആമേൻ. ഒരു കാര്യം ഓർപ്പിക്കാം, അല്പമെങ്കിലും പിടിയുണ്ടെങ്കിൽ കൂട്ടത്തോടെ പിടിക്കാൻ അവസരം കിട്ടും. പിടിവിട്ടാൽ നിന്റെ ആത്മ മരണമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിന്റെ നിത്യജീവന്റെ ഒരു അംശത്തെങ്കിലും നീ പിടിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വരാൻ നിനക്ക് അവസരമുണ്ട്. മടങ്ങി വരാൻ നിനക്ക് അവസരമുണ്ട്. സ്തോത്രം. മത്തായി 19:29 വായിച്ചേ. 29. ഹല്ലേലൂയ. മാത്യു 19:21. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. 19:29 ആണോ? 21:29. എന്റെ നാമം നിമിത്തം. എന്റെ നാമം നിമിത്തം. ആ വാക്ക് ശ്രദ്ധിച്ചോണം. എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് സ്വത്തുക്കളെ വിട്ടുകളയേണ്ടി വന്നാൽ എല്ലാം 100 മടങ്ങ് ലഭിക്കും. നീ വിട്ട് കളയരുന്നല്ല എഴുതിയേക്കുന്നത്, നീ വിട്ട് കളഞ്ഞേക്കണം. എപ്പോഴാ? എന്റെ നാമം നിമിത്തം. അപ്പനും അമ്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന അവരെ വിട്ടുകളയാൻ വേണ്ടിയല്ല. പക്ഷെ നിന്റെ നിത്യതയ്ക്ക് തടസ്സമായി, നിന്റെ ആത്മീയ തീരുമാനത്തിന് തടസ്സമായി നിന്റെ അപ്പനാണോ അമ്മയാണോ, യു ഡോണ്ട് കെയർ. നിന്റെ ഭാര്യയാണോ നിന്റെ മക്കളാണോ, യു ഡോണ്ട് കെയർ. പാരമ്പര്യമാണോ സമുദായമാണോ, യു ഡോണ്ട് കെയർ. ഒന്നിനെ നീ കെയർ ചെയ്യരുത് എന്റെ നാമനിമിത്തം. സ്തോത്രം. നിന്റെ അപ്പൻ, അമ്മ, നിന്റെ ഭാര്യ, മക്കൾ, സ്വത്ത്, വീതം, ഇതെല്ലാം നിന്റെ നിത്യതയ്ക്ക് തടസ്സമാ.
സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ നാമം നിമിത്തം മാത്രം ഉപേക്ഷിക്കാൻ വചനം നിനക്ക് അനുവാദം തരുമ്പോൾ, ജഡത്തിൽ ഇവരെ ഉപേക്ഷിക്കുവാൻ ഒരു നിമിഷം പോലും ദൈവം അനുവാദം തരുന്നില്ല. സ്തോത്രം. നിന്റെ അപ്പരമ്മയെ കരുതണം, സ്നേഹിക്കണം, ഭാര്യയെയും മക്കളെയും സ്നേഹിക്കണം, കരുതണം. പക്ഷേ എൻ്റെ നാമനിമിത്തം തടസ്സമാണെങ്കിൽ യു ഡോണ്ട് കെയർ. സ്തോത്രം. പലരും അപ്പൻ അയ്യോ, അമ്മ അയ്യോ, ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്ത് കളയുക? കർത്താവിന് തള്ളിക്കളയുക. നീ ഇവിടെ വെച്ച് ഇവർക്ക് വേണ്ടി തള്ളിക്കളഞ്ഞാൽ ഇവിടെയും ഒരുമിച്ച്, അവിടെ നമുക്കെല്ലാം ഒരുമിച്ച് കിടക്കാം. ഇവിടെ നീ ഉറപ്പിച്ചു നിന്നാൽ ഒരു കാര്യം ഓർത്തോണം, നിനക്ക് നിത്യതയിലെത്താം. കർത്താവ് യേശുവിൽ നിനക്ക്, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവനാമത്തിൽ വിട്ട് കളയേണ്ടതിനെ വിട്ട് കളയണം. ദൈവത്തിന് ഹിതമല്ലാത്തതിനെ വിട്ട് കളയണം. സ്തോത്രം, സ്തോത്രം. അങ്ങനെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കും. ഒരു ഭാഗം പറഞ്ഞിട്ട് യോഹന്നാൻ 6:68 വായിച്ച് ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ജോൺ 6:68. നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? ശീമോൻ പത്രോസ് യേശുവിനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. സ്തോത്രം. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യജീവൻ. നിത്യജീവന്റെ വചനങ്ങൾ ആരുടെ പക്കലുണ്ട്? യേശുവിന്റെ പക്കലുണ്ട്. അതിന്റെ എന്തോ അത് പറയാനുള്ള സാഹചര്യം 59:60 വായിച്ചേ. അവൻ കവർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. നിൽക്കണം. നിത്യജീവന്റെ വചനം ഈക്വൽ ടു ക്രിസ്തുവിന്റെ ഉപദേശം. അവൻ കവർന്നഹൂമിൽ എന്ത് ചെയ്തു? അവന് ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് പറഞ്ഞു. അത് കളയരുത്. യോഹന്നാൻ 3:1-2 വാക്യങ്ങൾ വായിച്ചേ. ഇത് ആരും മാറ്റരുത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട് റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ആരായിട്ടാ വന്നേക്കുന്നത്? ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. മതി. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ഉപദേശവുമായി ഒരു ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിന്റെ അതരത്തിൽ നിത്യജീവന്റെ വചനങ്ങളുണ്ട്. എന്താണ് നിത്യജീവന്റെ വചനം? ക്രിസ്തുവിന്റെ ഉപദേശം. ഇന്ന് സഭകൾക്ക് വേണ്ടാത്തത് എന്താണ്? ഉപദേശം വേണ്ട. കഴിഞ്ഞ ദിവസം ഒരു ലിങ്ക് എനിക്ക് ഒരാൾ അയച്ചു തന്നു. ഭയങ്കര നടന്ന് റിയൽ എസ്റ്റേറ്റ് എല്ലാം ദൈവം തിരുനാട്ടിനെ കാണിക്കുന്നു. ഉടനെ ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. റിയൽ എസ്റ്റേറ്റ് വെൽത്ത് വരുന്നാട്ടിനെ കാണിക്കുന്നു. സ്തോത്രം. ലിങ്ക് ആവശ്യമുള്ള ഞാൻ അയച്ചു തരാം, വെറുതെ പറയുന്നതല്ല. റിയൽ എസ്റ്റേറ്റ് വരുന്നാട്ട് കർത്താവ് എന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു. എന്തോ പറയണ്ട, വാക്കുകളില്ല പറയാനായിട്ട്. നിന്റെ ആദരത്തിൽ നിത്യജീവന്റെ മൊഴികൾ, ക്രിസ്തുവിന്റെ ഉപദേശം. നീ വന്നത് റിയൽ എസ്റ്റേറ്റ് വാങ്ങുവാനല്ല. ഒരുത്തൻ ചോദിച്ചു, റിയൽ എസ്റ്റേറ്റ് ഉണ്ടോ? ഒന്ന് കർത്താവ് പറഞ്ഞു, പറവുകൾക്ക് എന്തുണ്ട്? മനുഷ്യപുത്രന് തല ചായ്ക്കാൻ റിയൽ എസ്റ്റേറ്റ് ഇല്ല. ആ ആളുടെ പേരും പറഞ്ഞു ഇന്ന് പറയുക, നിനക്ക് കിടക്കുവാൻ, ഉരുളുവാൻ, അമ്മയെ കിടന്ന് മറിയുവാൻ റിയൽ എസ്റ്റേറ്റ് എല്ലാം നിനക്ക് തരാൻ പോവാ. സ്തോത്രം. തെറ്റിയിരിക്കപ്പെടുന്നത് എവിടെ അത്ഭുതമുണ്ടോ, അടയാളമുണ്ടോ, വീര്യപ്രവൃത്തിയുണ്ടോ, ആമേ സ്തോത്രം, ആളുകൾ ഓടിയ കൂടുക, സെലിബ്രിറ്റി പാസ് വന്നിരിക്കുക, രോഗികൾ സൗഖ്യമാകും. അയ്യോ ഭയങ്കര പ്രകടനം. ഭോഷ്കാണ് ദൈവമക്കളെ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ കഴിയും, തെളിയിക്കുവാൻ കഴിയും. ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ സൗഖ്യമാക്കുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും അടുത്ത വ്യക്തിയെ വിടിയിപ്പാൻ കഴിയുകയില്ല. സ്തോത്രം, സ്തോത്രം. കഴിയുമായിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. സ്തോത്രം, സ്തോത്രം. ഞാനും പ്രാർത്ഥിച്ചാലും രോഗിയൊക്കെ സൗഖ്യമാകും. പക്ഷെ സൗഖ്യമാക്കി ഞാനല്ല, ദൈവമാ. സ്തോത്രം. ഇപ്പോൾ സാക്ഷി നമ്മൾ കേട്ടു. ടിം സിസ്റ്റർ രോഗമായിട്ട് ഇവിടെ കടന്നു വന്നു.
ആരെങ്കിലും പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞോ? നമ്മൾ പ്രാർത്ഥിച്ചോ? ഇല്ല. തിരിച്ചു പോകുമ്പോൾ എങ്ങനെ പോയി? സൗഖ്യത്തോടെ പോയി. എങ്ങനെ അത് പോയത്? ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. നിങ്ങൾ വഞ്ചിതരായി തീരരുത്. നിങ്ങൾ വഞ്ചിതരാകരുത്. അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി കണ്ട് അതിന് പിന്നാലെ ഓടി നടക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വർണ്ണിക്കാൻ സമയമില്ല, എങ്കിൽ ഒരു വാക്യം നിങ്ങളെ കാണിച്ചു തരാം. മത്തായി 7:22-23. ഇതിന്റെ പുറകെ ഓടുമ്പോൾ ഓർത്തോണം. മാത്യു 7:20-23. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. മറുപടി, അത്ഭുത പ്രവർത്തിയരേ, അയ്യോ മിറക്കിൾ മിനിസ്റ്റേഴ്സേ, നിങ്ങൾക്കിതാ സ്വാഗതം എന്നാണോ? അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല. സ്തോത്രം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, അയ്യോ, എന്ത് പ്രവർത്തിക്കുന്നവരാ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. ഗെറ്റ് ഔട്ട് എന്ന് തീർത്തു പറയും. ആറവറ ഓടിയതാ. രോഗശാന്തി, ഭൂതശാന്തി. ഉപദേശമില്ലെങ്കിൽ നിത്യതയില്ല. നിന്റെ കയ്യിൽ നിത്യജീവന്റെ വചനങ്ങളുണ്ട്. സ്തോത്രം. ആമേൻ, ആമേൻ. ക്രിസ്തുവിന്റെ ഉപദേശം നിലനിൽക്കുന്ന ഏവനും ആരുണ്ട്? പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. നിലനിൽക്കാത്തവനോ പിതാവുമില്ല, പുത്രനുമില്ല. സ്തോത്രം. യോഹന്നാൻ 5:39 വായിച്ച്. ജോൺ 5:39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. ആ തിരുവെഴുത്തുകൾ എന്തുണ്ട്? തിരുവെഴുത്തുകളിൽ നിത്യജീവൻ ഉണ്ട്. വായിച്ചു എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അതെനിക്ക് സാക്ഷ്യം പറയുന്നു. ചേർത്ത് വായിച്ച്. തിരുവെഴുത്തുകൾ എന്തുണ്ട്? നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉപദേശം. ആ തിരുവെഴുത്തുകൾ ഉപദേശത്തിന് സാക്ഷ്യം പറയുന്നു. സ്തോത്രം, സ്തോത്രം. പണ്ടൊക്കെ കർത്താവിന് വേലയ്ക്ക് ഇറങ്ങി വിളിക്കുന്ന പേരെന്തുവായിരുന്നു? ഉപദേശി. കാരണം അവർ ഉപദേശം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇന്ന് വിളിക്കുന്ന പേരെന്തുവാ? ഡോക്ടർ, റവ, അപ്പസ്തോലൻ, പ്രോഫറ്റ്. കാരണം അവരിൽ എന്തില്ല? ഉപദേശമില്ല. സ്തോത്രം, സ്തോത്രം. അവരിൽ ഉപദേശമില്ല. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. 1 തിമോത്തി 4:16 വായിച്ച് പ്രാർത്ഥിക്കാം. 1 തിമോത്തി 4:16. ഉപദേശത്തിന്റെ പവർ ഒന്ന് കണ്ടോട്ടെ. 16. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ഉപദേശത്തെ നീ എന്ത് ചെയ്യാൻ പറഞ്ഞു? സൂക്ഷിച്ചോണം. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ നീ എന്ത് ചെയ്യണം? സൂക്ഷിച്ചോണം. ഇതിൽ ഉറച്ചു നിൽക്കുക. അതിൽ നീ ഉറച്ചു നിൽക്കണം. അങ്ങനെ ചെയ്താൽ നീ നിന്നെ രക്ഷിക്കും, നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും, നീ ഉപദേശിക്കുന്ന ജനത്തെയും രക്ഷിക്കും. രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കും. ഉപദേശമുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പിക്കാം, നിത്യജീവൻ ഉറപ്പാ. സ്തോത്രം. പക്ഷെ ശത്രുവിനറിയാം ഇത് നീ സൂക്ഷിക്കാതിരിക്കാൻ. കാരണം ഈ ഉപദേശം പഠിപ്പിക്കുന്നത് ഇപ്പൊ ആളില്ല. മറ്റേ അധർമ്മം പ്രവർത്തിച്ച എന്തുണ്ട്? ആളുണ്ട്. ഒറ്റ ഫോൺ കോളിൽ 1.5 കോടി ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് വരുത്തുന്നു. സ്തോത്രം. റിയൽ എസ്റ്റേറ്റുകൾ വരുത്തി തരുന്നു. കാറ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം സാൽമയ്ക്ക് പോകുമ്പോൾ വണ്ടി അങ്ങ് പഞ്ചറായി. സ്തോത്രം. ഒരു രക്ഷയില്ല. അവസാനം ഞങ്ങളൊക്കെ പോയി ഇത് കയറ്റുന്ന വണ്ടിയിൽ കയറി. അത് കയറ്റിയപ്പോൾ അവർ പറഞ്ഞു, ഇനി എങ്ങോട്ട് പോകാനാണ്, നിങ്ങളും കയറി എന്നോളാൻ പറഞ്ഞു. ഇപ്പോൾ ഞാനും ഉണ്ട്, അലക്സ്ബറും എല്ലാവരും ഉണ്ട്, സഹോദരിയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ഷാബിംബറും ഉണ്ട്, ജിജോ ബേറ എൻ്റെ ഫ്രണ്ടിലും കയറിയിരുന്നു. അത് ഇരുന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാ കുവൈറ്റുകളുടെ വണ്ടികളെക്കാളും വലിയ വണ്ടി ഞങ്ങളിങ്ങനെ പോകും. അപ്പം ഞാൻ ഓർത്തു, നിന്നെ ഞാൻ ഉന്നതികൾ നടക്കുമാറാക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച അവർ ഇത്രയും പൊക്കത്തിൽ കൂടെ എന്നെ കൊണ്ടുപോവുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ടയർ പഞ്ചറായാൽ നിനക്ക് പരാശ്രയം വേണം. ഓർത്തോണം.
നല്ല വണ്ടി എല്ലാ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഒരു കാറ്റ് പോയാൽ നിനക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റിയല്ല. നിന്റെ ഉപദേശത്തെ നീ സൂക്ഷിച്ചോണം. സ്തോത്രം. അതിൽ നീ ഉറച്ചു നിൽക്കണം. സ്തോത്രം. അത് നിന്നെ മാത്രമല്ല, ഇത് കേൾക്കുന്നവരെയും രക്ഷിക്കും. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടേ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ പ്രഷ്യസ് പ്രോമിസ്, വിലയേറിയതും ശ്രേഷ്ഠവുമായ വാഗ്ദത്തം നമ്മുടെ മേൽ കിടക്കുക. നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തെയും മനുഷ്യരെയും പൂർണ്ണമായി സ്നേഹിച്ചേ, ദൈവതമില്ലാത്ത എല്ലാത്തിനെയും വിട്ടുപിരിഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. ഒടുവിലായി പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ, ഈ തിരുവെഴുത്തുകളിൽ നിത്യജീവനുണ്ട്. ഇതിനകത്തും പുറത്തും, ഇതിന് പുറത്തുള്ള ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുകയില്ല. ഈ വചനത്തിനകത്തെൻ്റെ ജീവിതം ഞാൻ ജീവിക്കും. ഈ വചനപ്രകാരം ഞാൻ ജീവിക്കും. ഏത് മനുഷ്യന്റെ മുമ്പിലും എൻ്റെ ആത്മീയം വളയ്ക്കുവാൻ ഒരു നാളും ഞാൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും. കണ്ണിലടയ്ക്കാം, എഴുന്നേൽക്കാം പ്രാർത്ഥനയ്ക്കായിട്ട്. ഹല്ലേലൂയ.